നമസ്കാരം. സകലമാന കേരളം തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. കൊച്ചി കണ്ണമാലിയിൽ റോഡ് ഉപരോധിച്ച് നാട്ടുകാർ. പ്രതിഷേധം ചെല്ലാനം കണ്ണമാലി തീരപാതയിൽ. കടൽക്ഷോഭത്തിൽ നിന്ന് സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യം. കോഴിക്കോട് കോനാട് കടലാക്രമണം രൂക്ഷം. മാന്നാർ കൊലപാതകത്തിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. വെവ്വേറെ സ്ഥലങ്ങളിൽ ചോദ്യം ചെയ്ത് പോലീസ്. മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളിയെന്ന് 3 പ്രതികളും. കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കും. കോഴിക്കോട് മുതലക്കുളത്ത് ഹോട്ടലിൽ തീപിടുത്തം. ഒരാൾക്ക് ഗുരുതര പരുക്ക്. മതിയായ സുരക്ഷാ ക്രമീകരണം ഇല്ലാത്തത് അപകട കാരണമെന്ന് ഫയർഫോഴ്സ്. തൃശൂരിൽ ആഫ്രിക്കൻ പന്നിപ്പനി. രോഗബാധിത മേഖലയിൽ പന്നികളെ ഇല്ലാതാക്കും. 10 കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണം. കോഴിക്കോട് സൈബർ തട്ടിപ്പ് കേസുകളിൽ വൻ വർധന. 6 മാസത്തിനിടെ തട്ടിപ്പിലൂടെ നഷ്ടമായത് 15 കോടിയോളം രൂപ. ജാഗ്രത വേണമെന്ന് പോലീസ്. സകലമാന കേരളത്തിൽ വിശദമായി നോക്കാം. കോഴിക്കോട് കോനാട് രൂക്ഷമായ കടലാക്രമണം. കൂറ്റൻ തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറുകയാണ്. വീടുകളും അപകട ഭീഷണിയിലാണ്. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, ആശങ്കയിലാണല്ലോ തീരം. വിവരങ്ങൾ. തീർച്ചയായും ഇന്ന് രാവിലെ 8 മണി മുതലാണ് കോഴിക്കോട് കോനാട് ബീച്ചിൽ രൂക്ഷമായ കടലാക്രമണം അനുഭവപ്പെടുന്നത്. കടലിൽ നിന്നും കൂറ്റൻ തിരമാലകൾ ഈ റോഡിന് വശത്തേക്കുള്ള വീടുകളിലേക്ക് അടിച്ചു കയറുന്ന കാഴ്ച നമുക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. തിരമാലകൾ വലിയ തിരമാലകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീടുകൾ പലതും ഈ നാശാവസ്ഥയിലാകുമോ എന്നൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. പക്ഷേ ഒരു തരത്തിലുമുള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന പരാതിയാണ് അവർ പങ്കുവയ്ക്കുന്നത്. രാവിലെ മുതൽ തുടങ്ങിയതാണ് ഇത്, അല്ലെ? രാവിലെ മുതൽ ഇപ്പോൾ ഒരു മാസത്തിന് ജാസ്തിയായി ഈ ബുദ്ധിമുട്ടുകൾ. എന്നിട്ട് ആരും ശ്രദ്ധിക്കണില്ല. ഇപ്പോൾ തൽക്കാലം നിലനിൽക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ഒരു പണിയുണ്ട്. കല്ലൊരു അരമുക്കാൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും കുറേ സമാധാനങ്ങൾ കിട്ടും ആളുകൾക്ക്. ഇത് കിടക്കാനും ഇരിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒന്നും കഴിയാത്ത അവസ്ഥയാണ് വീടുകളിലൊക്കെ. അതിനിപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യാനുള്ളത് ഇതാണ്. ഒരിഞ്ഞ് പൊളിച്ച് പോവാനൊക്കെ പറയുന്നുണ്ട്. അതിന് സമയത്ത് നമുക്ക് പോവാം. ഇപ്പം നിലനിർത്തേണ്ട ബാധ്യത ഇപ്പോൾ ഗവൺമെന്റിനും ജനപ്രതിനിധികൾക്കൊക്കെ ഉണ്ട്. പെട്ടെന്ന് അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റുമോ? ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല. ഓരോ ഇതിന് എടുത്തു തരാൻ തന്നെ പറഞ്ഞാലൊന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ബാലകൃഷ്ണ മാസ്റ്റർ അറിയണ്ടേ? ഇപ്പൊ കാള പറ്റൂന്ന് ഒരുത്തം പറഞ്ഞു. 4 മാസം ഉടനെ കയറെടുത്തു. എന്തിനാ? കുട്ടിയെ കെട്ടാനായിട്ട്. കാള പ്രസവിക്കത്തില്ല. അപ്പോ ഏതെങ്കിലും ഒരുത്തൻ ഒരു വിവരക്കേട് പറഞ്ഞാൽ ആ വിവരക്കേട് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറഞ്ഞ ഈ മാർഗത്തിലൂടെ പുള്ളിക്ക് ആരായാവല്ലോ. കാര്യം ഈ MP ഫണ്ടിന്റെ ഇംപ്ലിമെന്റ് ഏജൻസി ആരാണെന്ന് മാസ്റ്റർ അന്വേഷിച്ചാൽ മാസ്റ്റർ കിട്ടുമല്ലോ. കളക്ടറെ വിളിക്കാം, പ്ലാനിംഗ് ഓഫീസറെ വിളിക്കാം, BDOമാരെ വിളിക്കാം. വിളിച്ച് മാസ്റ്റർക്ക് ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ മാസ്റ്റർ സ്റ്റേറ്റ്മെന്റ് ഇറക്കോട്ടെ. ഞാൻ വെല്ലുവിളിച്ചല്ലോ 5 MLAമാരെയും പാർട്ടി സെക്രട്ടറിയും. നിങ്ങള് MP-യുടെ ഫണ്ട് എന്റെ സന്തോഷാചാരി എന്റെ ഭാര്യയാണ്. 24 മണിക്കൂർ എന്റെ കൂടെ കഴിയുന്ന ഞാൻ ഒരു പാർട്ടി നേതാവാണ്. ഞാൻ തലശ്ശേരി പോയി മത്സരിച്ചിട്ടുണ്ട്. അവിടുത്തെ പാർട്ടി ഐഡിയാസ് ആയിരിച്ചിട്ടുണ്ട്. കുണ്ട്രെ മത്സരിച്ചു. അവിടുത്തെ പാർട്ടിക്ക് കാസർഗോഡ് വന്നു. ഇവിടുത്തെ പാർട്ടി DCC ആണ്. DCCയിൽ ആരൊക്കെ ഭാരവാഹിയാണോ അവരോടൊക്കെ ഞാൻ സഹകരിക്കുന്നുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹി. ഇതെല്ലാം എന്റെ സന്തോഷാചാരിയാണോ? ഇവിടെ വ്യവസ്ഥാപിതമായ ഒരു DCC ഉണ്ട്. പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. അതിന് ബ്ലോക്കുണ്ട്, മണ്ഡലമുണ്ട്. അവരുമായിട്ടാണ് ഞാൻ സഹകരിക്കുന്നത്. ഇതൊക്കെ എന്റെ സന്തോഷാചാരിയാണോ നിങ്ങളുടെ ധാരണ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്തുപോയ ഒരാളിനെ കുറിച്ച് എന്നോട് ചോദിക്കരുത്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചത് ഇപ്പൊ ബാലകൃഷ്ണൻ മാസ്റ്റർ ആരോട് ഉന്നയിച്ചാൽ പോകുന്നതല്ലോ എന്റെ മാനം.
ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു നിങ്ങൾ യു മേക്ക് ആൻ എൻക്വയറി അബൌട്ട് ദാറ്റ്. ഇഫ് എനിത്തിങ് റോങ് നമുക്ക് വീണ്ടും കാണാം. അതല്ലേ എന്റെ ശരി? ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് പറയുന്നു, കളക്ടറുണ്ട്, പ്ലാനിംഗ് ഓഫീസറുണ്ട്, BDOമാരുണ്ട്. നിങ്ങൾ ഇവരെ പോയി MP ഫണ്ട് എങ്ങനെയാണ് ചെലവാക്കുന്നത്, ആരാ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ തെറ്റാണെങ്കിലല്ല പിന്നെ മാനനഷ്ട കേസ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. താങ്കൾക്ക് അല്ല, ഞാൻ പറയട്ടെ, MP ഫണ്ട് അതിപ്പോ കേരളത്തിലെ പിന്നെ എയർപോർട്ടുകളിലെല്ലാം പിണറായി വിജയന്റെ പടം എങ്ങനെ വന്നേ? അല്ല, പിണറായി വിജയന്റെ പടം എങ്ങനെ വന്നേ? പറയട്ടെന്നേ. എടാ എന്റെ ഫണ്ടിൽ നിന്നാണല്ലോ ഞാനിത് വെക്കുന്നേ. മനസ്സിലായി? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് പറയട്ടെ ആശാനെ, നിങ്ങള് ഞാൻ പറഞ്ഞത് ഇതിന്റെ സാമ്പത്തിക വിനിയോഗമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാമല്ലോ. നിങ്ങളുടെ ഗവൺമെന്റ് അല്ലേ? ഞാൻ പറഞ്ഞത് കൂടുതലും നിങ്ങളുടെ ഗവൺമെന്റ് ആണല്ലോ. കാര്യം ഞങ്ങൾ പ്രതിപക്ഷത്താണല്ലോ, ഭരിക്കുന്നവരുടെ ഗവൺമെന്റ് ആണല്ലോ. അല്ല, നിങ്ങൾ ചോദ്യം ചോദിച്ച സംശയത്തിന് ഞാൻ പറഞ്ഞത് മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താൻ അല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക ഉപ്രേക്ഷം അത് വേണ്ട. ഞാൻ വളരെ ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലാകുന്ന ഭാഷയിലെല്ലാം പറഞ്ഞു. അങ്ങേക്ക് മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തിപരമായി സംസാരിക്കാം. എവിടെയാണ് ഹൈമാസ് ലൈറ്റ് വരുന്ന സ്ഥലം സാറാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ റെക്കമെൻഡേഷനും കൂടെ 5 കൊല്ലം ഗ്യാരണ്ടി വേണമെന്ന് സാറാണ് റെക്കമെൻഡ് ചെയ്തത്, അതോ അത് ഡിസൈഡ് ചെയ്ത കളക്ടറാണോ? നോ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, PK ഫൈസൽ ഒരു ലൈറ്റ് വേണമെന്ന് എനിക്കൊരു അപേക്ഷ തന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കുറെ കൂടെ ക്ലാരിറ്റി വരുത്തല്ലേ ഞാൻ പറയുന്നേ. ഇങ്ങോട്ടൊക്കെ PK ഫൈസൽ എനിക്കൊരു ലൈറ്റ് വേണമെന്ന് പറയുന്നു. എടച്ചാക്കയിലാണ് ലൈറ്റ് വേണമെന്ന് പറയുന്നു. എടച്ചാക്കയിൽ തന്നല്ലോ. ഞാൻ എടച്ചാക്കയിൽ ഇങ്ങനെ PK ഫൈസലിന്റെ അപേക്ഷ പ്രകാരം ഒരു ലൈറ്റ് വേണമെന്ന് പറഞ്ഞ് പടന്ന പഞ്ചായത്തിന് അയച്ചു കൊടുക്കുന്നു. പടന്ന പഞ്ചായത്ത് അത് പാസ്സാക്കി എനിക്ക് തരുന്നു. മനസ്സിലായോ? ആ പാസ്സാക്കി തരുന്ന റെസൊല്യൂഷൻ ഞാൻ കളക്ടർക്ക് അയച്ചു കൊടുക്കുന്നു. കളക്ടർ AS ഇട്ട് പ്ലാനിംഗ് ഓഫീസ് ഏൽപ്പിക്കുന്നു. പ്ലാനിംഗ് ഓഫീസ് BDOയ്ക്ക് വിടുന്നു. BDOയ്ക്ക് വിടുമ്പോൾ അവിടുന്ന് എഞ്ചിനീയർമാർ വരുന്നു. എടച്ചാക്കയിൽ ആ പർട്ടിക്കുലർ സ്പോട്ട് അവർ അടയാളപ്പെടുത്തുന്നു. അപ്പോ പ്ലാനിംഗ് ഓഫീസിൽ നമ്മൾ പറയും, ഞാൻ പ്ലാനിംഗ് ഓഫീസിൽ രേഖാമൂലം എഴുതി കൊടുക്കും, 5 വർഷത്തെ വാറണ്ടിയും 5 വർഷത്തെ ഗ്യാരണ്ടിയും വേണം, സ്പെക്ക് ഇതായിരിക്കണം, ഇത് വെച്ച് വേണം ടെൻഡർ ചെയ്യാൻ. മനസ്സിലായോ? ഞാൻ എഴുതി കൊടുക്കുന്ന സ്പെക്ക്, ഞാൻ കൊടുക്കുന്ന ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടി വെച്ചിട്ട് രാജ്മോഹൻ ഉണ്ണിത്താന്റെ MP ഫണ്ടിൽ നിന്ന് 100 ഹൈമാസ് അല്ലെങ്കിൽ മിനിമാസ് ലൈറ്റ് 8 അടി ഉയരം അല്ലെങ്കിൽ 12 അടി ഉയരം ഇന്ന സ്പെക്കിൽ 5 വർഷത്തെ വാറണ്ടിയിൽ സ്ഥാപിക്കാൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാണ് പത്രപരസ്യം. ആ പത്രപരസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അക്രഡിറ്റഡ് ഏജൻസികൾ ടെൻഡർ കൊടുക്കുന്നത്. അതിൽ ലോവസ്റ്റ് കൊട്ടേഷൻ ഏതാണെന്ന് തെരഞ്ഞെടുക്കുന്നത് BDO ആണ്, ഞാനല്ല. തീർച്ചയായിട്ടും സാറിന്റെ സ്പെക്കും ബാക്കിയുള്ള MPമാരുടെ സ്പെസിഫിക്കേഷൻ തമ്മിൽ സാറിന്റെ സ്പെക്ക് ലോ ക്വാളിറ്റി സ്പെക്ക് ആയിരുന്നോ, ലോ ലെവൽ സ്പെക്ക്? നിങ്ങൾ പോയി ആ സ്പെക്കൊക്കെ പരിശോധിക്കാശാനെ, നിങ്ങൾക്കല്ലേ സംശയം? നിങ്ങൾ പോയി പരിശോധിക്കേ. ഒരു ചാൻസും ഇല്ല. യു ആർ തറലി മിസ്റ്റേക്കൻ. അല്ല, നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞല്ലോ. 12 അടി ഉയരമുള്ള ലൈറ്റ് ഞാൻ സ്ഥാപിക്കാൻ പറയുമ്പോൾ 8 അടി ഉയരം മതിയോ? എന്റെ അടുത്ത് ഇയാൾ വിളിച്ചു പറയുന്നു, അവിടെ വിശാലമായ ഒരു മൈതാനമാണ്, അവിടെ മൊത്തം വെട്ടം കിട്ടണമെങ്കിൽ ഹൈമാസ് വേണം. അപ്പൊ ഹൈമാസ് 12 അടിയാണ്, മറ്റേ 8 അടിയാണ്. അപ്പൊ 12 അടിക്ക് 8 അടി എഴുതി കൊടുത്താൽ മതിയോ? അപ്പൊ ഞാൻ പറയും സ്പെക്ക് ഉയരം ഇത്രയാണ്, അതിന്റെ ബാക്കി നമ്മൾ എഴുതി കൊടുക്കും. അതെനിക്കറിയത്തില്ലല്ലോ. MLA-മാര്, എനിക്ക് ആ പണിയല്ലല്ലോ. MLA-മാർ എന്ത് ചെയ്ത് നോക്കുന്ന പണി എനിക്കില്ലല്ലോ. അല്ല, അത് നിങ്ങൾ MLA-മാരടുത്ത് പോയി ചോദിക്കുക. എന്റെ അടുത്തല്ലേ ചോദിക്കുന്നത്? MLA-മാര് സ്പെക്ക് തീരുമാനിക്കുന്നത് എന്താണെന്ന് ഞാനാണോ തീരുമാനിക്കുന്നത്? അവരോട് പോയി ചോദിക്കുക. ഞാൻ കൊടുത്തിട്ടുള്ള സ്പെക്ക് അനുസരിച്ചിട്ടാണ് അവർ ടെൻഡർ വിളിച്ചിട്ടുള്ളത്. മനസ്സിലായി? ഈ ഉയരം, ഈ സ്പെക്ക് അനുസരിച്ചുള്ള അക്രഡിറ്റഡ് ഏജൻസികളിൽ നിന്ന് ടെൻഡർ വിളിക്കുന്നു. യു ഗോട്ട് ദ പോയിന്റ്? അല്ല, ഓൺലി ഓപ്ഷൻ നിങ്ങളിപ്പോ നമ്മുടെ തളത്തിൽ ദിനേശനെ പോലെ ആവുകയാണ്. കാര്യം എല്ലാത്തിനും സബ്സിഡി ആയപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, നമുക്കിപ്പോ ഒരാൾ തളത്തിൽ ദിനേശനായപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ
ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരു സംശയമില്ലാത്ത രീതി ഞാൻ പറഞ്ഞല്ലോ. അതെ, ഇനിയും സംശയത്തിന്റെ ഇടവില്ല. ഞാനാണ് സ്പെക്ക് എഴുതി കൊടുക്കുന്നത്. ഞാൻ കൊടുക്കുന്ന സ്പെക്കിന്റെ അടിസ്ഥാനത്തിലാണ് ടെൻഡറുകൾ വിളിക്കുന്നത്. ആ ടെൻഡറിലെ ലോവസ്റ്റ് കൊട്ടേഷനാണ് കൊടുക്കുന്നത്. എം പി എന്ന നിലയിൽ നേരിട്ട വിമർശനങ്ങൾക്ക് മറുപടി പറയുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. നേരത്തെ പൂർത്തിയാക്കാതെ പോയ റിപ്പോർട്ടിലേക്ക് വീണ്ടും. കോഴിക്കോട് കോനാട് രൂക്ഷമായ കടലാക്രമണം. കൂറ്റൻ തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറുകയാണ്. വീടുകളും അപകട ഭീഷണിയിലാണ്. ഇവിടെ നിന്നും MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, എത്രത്തോളം ആശങ്കയുണ്ട് അവിടെ? അനീഷ്, കേൾക്കാമെങ്കിൽ പ്രദേശവാസികൾ ആശങ്കയിലായിരിക്കുമല്ലോ സ്വാഭാവികമായും. എന്തൊക്കെയാണ് അവർ പറയുന്ന കാര്യങ്ങൾ? പാർവതി, വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. വീടുകളിലേക്ക് ഓരോ ഭാഗത്തും വെള്ളം ഇരച്ചു കയറുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാന റോഡിന്റെ ഭാഗം ഏതാണ്ട് പൂർണ്ണമായി തന്നെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഭാഗത്തേക്ക് കടൽ വലിയ വേഗത്തിൽ, നമുക്കറിയാം ഈ കടലും ആ കടൽ ഭിത്തിയിൽ തമ്മിലുള്ള ദൂരം ഇത്രയാണ്, പക്ഷേ അവിടേക്കൊക്കെ വെള്ളം ഇരച്ചു കയറുന്നുണ്ട്. വലിയ തിരമാലകളാണ് ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോനാട് ബീച്ചിനോട് ചേർന്നുള്ള സ്ഥലം മുതൽ ഇങ്ങേയറ്റം വരെ കടൽ ഭിത്തി താണ്ടി വെള്ളം വരുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ആളുകൾ പല രീതിയിൽ ഈ കട്ടകളൊക്കെ ഇട്ട് പോലും ഇതിനെ തടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. താമസിക്കുന്ന ആളുകളില്ല. ഒരു ജോലിക്ക് പോയതാണ്, കുട്ടികൾ സ്കൂളിൽ പോയതാണ്. അപ്പോൾ അവിടെ ആ വീട്ടിൻ്റെ ഇപ്പോൾ അവസ്ഥ വളരെ മോശമാണ്. അവർക്ക് ഭർത്താവ് മരിച്ചൊരു സ്ത്രീയാണ് അവിടെ താമസിക്കുന്നത്. ഒരു 1.5 കൂടിയുള്ള ജോലിയാണ്. അവരിന്ന് ജോലിക്ക് പോയതിനെ കൊണ്ട് വീട്ടിൽ ഭയങ്കര ദയനീയമാണ് ആ കാര്യം. നിലവിൽ ഡെയിലി ഉള്ള ആളാണ്. അവരിപ്പോൾ ജോലിക്ക് പോയതാണ്, ഇപ്പോൾ വരുള്ളൂ. അവരെ കുറച്ചൊരു ഇതിലാണ്. പിന്നെ എല്ലാ വീടുകൾക്കും പല എന്താ പറയുക അപകടങ്ങളും ഇപ്പം തരണം ചെയ്യാനുള്ള ഒരു ഇതിലേക്കാണ് വരുന്നത്. ഈ കല്ല് മറിഞ്ഞങ്ങോട്ട് വീഴോന്നും കൂടി ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒരുപാട് കല്ല് ഈ തിര വന്നിട്ട് തിരിച്ചു പോകുന്ന അതിശക്തമായിട്ട് തന്നെയാണ് അങ്ങോട്ടേക്കും. അപ്പോൾ ഒരുപാട് നമുക്ക് ഈ ഭിത്തി തള്ളാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ പോയല്ലേ? ഭിത്തി ഇങ്ങനെ കടലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭിത്തി തള്ളാനുള്ള സാധ്യത ഉണ്ട്. ഭിത്തിയിൽ ഇതൊരു കല്ലിളകിയാൽ മതി, ബാക്കിയെല്ലാം താനങ്ങ് പോയിക്കോളും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. വലിയ ഹൈറ്റിലാണ് വരുന്നത്. ഇനിയിപ്പം വൈകിട്ടാണ് ഇനി അടുത്ത വെള്ളം പേര് അതിലും രൂക്ഷമായിട്ടാണ് വരിക. അന്നേരം ഇവിടെ ഇതേമാതിരി ഒന്നല്ല, ഇവിടെ ആരാൾക്കും നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ പരുവത്തിലാണ് വരിക. ഇങ്ങനെ ആയാൽ അധികൃതർ കണ്ണു തുറക്കാഞ്ഞാൽ എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു പദ്ധതി അവർ കൊണ്ടുവരട്ടെ. ഇത് കല്ലിടലുള്ള പദ്ധതി ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ അവരെ ചെയ്യുന്നില്ല. അത് ചെയ്താലേ ഇവിടെ സ്വല്പമെങ്കിലും ശാശ്വത കിട്ടുള്ളൂ. പിന്നെ 10 ലക്ഷം രൂപ തന്നിട്ടുണ്ടെങ്കിൽ വീടൊക്കെ ഒഴിഞ്ഞു പോകാൻ പറയുന്നുണ്ട്. 10 ലക്ഷം കൊണ്ട് സ്ഥലം വരെ കിട്ടൂല, ഒരു 2 സെന്റ് സ്ഥലം കിട്ടും. പിന്നെ അങ്ങനെ ഞങ്ങൾ ഈ വീടിട്ടച്ച് പോവാ. ഇതിന്റെ മുകളിൽ ഒരു 2-3 നേരം കല്ലൂടിട്ടാൽ തൽക്കാലം ഒന്ന് വേണം, താൽക്കാലികമായിട്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ ഇട്ട ഈ കല്ല് അടിയിലെ ചിപ്പിളിപ്പാറിനായിട്ട് സെറ്റാവുകയാണ്. ആ സെറ്റായതിന്റെ പേരിലാണ് ഇതിപ്പോൾ താഴ്ന്നു പോകുന്നത്. ഇതിന്റെ പോലെ വലിയ ബോളർ വെക്കാനുള്ള പദ്ധതി ഉണ്ട്, പക്ഷെ അവരത് ചെയ്യുന്നില്ല. അത് ചെയ്താലേ സ്വല്പമെങ്കിലും ഒരു ആശ്വാസം കിട്ടും. തൽക്കാലം ഇതുപോലെ പരിക്കാത്തോട്ട് വെള്ളം കയറുന്ന ഒഴിവാക്കാൻ പറ്റും. അതൊന്നും ഒഴിവാക്കാനൊന്നും പറ്റില്ല. തൽക്കാലം വെള്ളം ഇങ്ങോട്ട് എടുക്കുന്നത് സ്വല്പം കുറയും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതേമാതിരി വെള്ളം എടുത്തുകൊണ്ടേയിരിക്കും. ഇനി വരും ദിവസങ്ങളിലും ഇത് കനക്കാനോ കനക്കാനേ സാധ്യതയുള്ളൂ. ഈ മാസം കഴിയുന്നവരെ കനക്കാനേ സാധ്യതയുള്ളൂ, കുറയാൻ സാധ്യത. പിന്നെ അടുത്ത മാസം എനിക്ക് കർക്കിടകത്തിലും അത് രൂക്ഷമാകും. അപ്പം അതിനുള്ളത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഈ അധികൃതർ കണ്ടാൽ അതാണ് ഏറ്റവും നല്ലത്. അതിനൊരു മാർഗം എന്താ വെച്ചാൽ അവർ ചെയ്യുക. ഇതേതാണ്ട് പാർവതി, ഈ നമുക്ക് കാണുന്ന ഭിത്തിയിൽ നിന്നും കുറെ താഴെയായിരുന്നു ആ കടലുണ്ടായത്. കടലിങ്ങനെ കയറി വരുന്ന ആ വഴിയിലേക്ക്, ഈ വഴിയുടെ ഏതാണ്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ വീടുകളിലേക്ക് വെള്ളം കയറാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തിരമാല ഈ വീടുകളും താണ്ടി അപ്പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് ഉറപ്പിച്ച്. നനഞ്ഞല്ലേ മൊത്തം? നനഞ്ഞ് ഇതന്നെ പണി ഇവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ ഫുള്ള് നനയും. ഇവിടെ നിൽക്കാൻ തന്നെ വീടാണ്. വീടുകളിൽ വെള്ളം കഴിഞ്ഞിട്ട് എല്ലാവരും ഓടി കഴിച്ചിട്ടാക്കലാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി. എല്ലാ കൊല്ലം ഉണ്ടാകുന്ന സംഭവമാണ്. ആരും തിരിഞ്ഞോന്നില്ല ഇങ്ങോട്ടേക്ക്. അത്ര പറയാനുള്ളൂ, പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതന്നെ പറഞ്ഞു ഇവർ ചാനലർ വരും, നമ്മളിങ്ങനെ പറയും. ഒരു പ്രതികരണം കൊടുത്തില്ലേന്. ഇത്രയുള്ള എല്ലാ കാലത്തും എല്ലാ വർഷവും മനസ്സിൽ വരുമ്പോൾ ഇവിടെ ഇതന്നെയാണ് പരിപാടി. ഈ പരിപാടി ഇതുവരെയൊക്കെ അധികൃതർ ഒരു കണ്ണു തുറക്കുന്നില്ല. എല്ലാ വർഷവും ഇതുണ്ട്. ഈ വർഷം കൂടുതലാണ്. ഇനി അടുത്ത വർഷം ഇതിലും രൂക്ഷമാവാനാണ് സാധ്യത. എന്തുകൊണ്ട് അവരൊരു പദ്ധതി പാസ്സായിട്ടും ചെയ്യാത്തത് എന്നാണ് ചോദിക്കാനുള്ളത്. ഇപ്പൊ ഇത്രയും ചാനലുകാരും ഇത്രയും
ഇടതുപക്ഷ നേതാക്കളായ ഈ അബ്ജിക്കത്തോടാണ് നമ്മളെ ഈ നേതാക്കന്മാരുണ്ടല്ലോ ഈ ജയിപ്പിച്ച് വിട്ടേ ഒരാൾ ഇതുവരെ തിരിഞ്ഞു നോക്കുന്നത് നിങ്ങൾ കണ്ട. പാർവതി, നമ്മൾ ആ തിരമാലയുടെ അവിടെ നിന്ന് ഏറെ മാറിയാണ് ഇന്ന്. പക്ഷേ നമ്മൾ നിൽക്കുന്നിടത്തിൽ തിരമാല ഓരോ സെക്കൻഡിലും ആഞ്ഞടിച്ച് വരുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. അത്രമേൽ രൂക്ഷമായ കടലാക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വശത്ത് തന്നെ കാണാം, ഒരു വീടിന്റെ ഭാഗം മറച്ചിട്ടിരുന്നു. അവിടേക്കൊക്കെ വെള്ളം വലിയ തോതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ആ വീടുകളിൽ നിന്നും ആളുകൾക്ക് ഇനിയും വാസയോഗ്യം പോലും ആവാത്ത രീതിയിലേക്ക് വെള്ളം കയറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ വീട്ടിലെ ആളുകൾ രാവിലെ വീട് പൂട്ടി പുറത്തേക്ക് പോയതാണ്. അവരിവിടെ ഇല്ല. അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഒരു പക്ഷേ അയൽവാസികളൊക്കെ ഫോൺ ചെയ്ത് മറ്റും അവരെ വിവരങ്ങൾ അറിയിക്കുന്നു എന്നാണ് നേരത്തെ കണ്ട ഒരു നാട്ടുകാർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ശക്തമായ കടലാക്രമണം. ഓരോ മിനിറ്റിലും കടലിൽ നിന്നും ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ വലിപ്പം വർദ്ധിക്കുന്നു. വീടുകളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പാർവതി, കോഴിക്കോട് കോനാട് രൂക്ഷമായ കടലാക്രമണമാണ്. കൂറ്റൻ തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറുന്നു. നിരവധി വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് MS അനീഷ് കുമാർ. കടലാക്രമണം തടയാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചി കണ്ണമാലിയിൽ നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നു. ചെല്ലാനം കണ്ണമാലി തീരദേശ പാതയാണ് നാട്ടുകാർ തടയുന്നത്. കടൽക്ഷോഭം മൂലം ഈ പ്രദേശത്തെ നിരവധി വീടുകൾ തകർന്നിരുന്നു. ഡാനി പോളിന്റെ റിപ്പോർട്ട് കാണാം. കൊച്ചിയുടെ തീരമേഖലയിൽ ഇന്ന് സമരത്തിന്റെ ദിവസമാണെന്ന് തന്നെ പറയാം. നമ്മൾ കണ്ണമാലിയിലുണ്ട്. കണ്ണമാലിയിൽ ഇപ്പോൾ നടക്കുന്നത് ഇവിടുത്തെ പാത ഉപരോധിച്ചുകൊണ്ട് ജനങ്ങൾ സമരം തുടരുകയാണ്. സ്ത്രീകളടക്കമുള്ളവർ ഇന്ന് 6 മണി മുതൽ ഈ സമരരംഗത്തേക്ക് വളരെ സജീവമായിട്ട് തന്നെ തുടരുന്നു. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അതിന് ഒരു പരിഹാരമുണ്ടാക്കാൻ യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ സമരരംഗത്തേക്ക് എത്തുവാൻ ഈ റോഡ് ഉപരോധമടക്കമുള്ള സമരമാർഗങ്ങളിലേക്ക് നീങ്ങുവാനും നിർബന്ധിതരായിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ചെല്ലാനം ടെട്രാപോഡുകളാൽ സുരക്ഷിതമാകുമ്പോഴും ഇപ്പുറത്തേക്ക് നടപ്പാക്കാൻ നേരത്തെ തന്നെ വിഭാവനം ചെയ്തിരുന്ന പദ്ധതി കണ്ണമാലി മേഖലയിൽ ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ കുറെ നാളുകളായി ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നു. ഈ വർഷം കടലാക്രമണം കൂടുതലായിരുന്നു. നിരവധിയായ വീടുകൾ കടലാക്രമണത്തിൽ തകർന്നിരുന്നു. ഒട്ടനവധി പേർക്ക് ഇതുമൂലം വീട് അടക്കം മാറി താമസിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എല്ലാം തന്നെ വരികയും ചെയ്തിരുന്നു. പക്ഷേ അനുകൂലമായ ഒരു നടപടിയോ തീരുമാനമോ ഒന്നും തന്നെ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരത്തിലേക്ക് കടക്കുവാനായിട്ട് അവർ നിർബന്ധരായിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ കണ്ണമാലി മേഖലയിൽ തുടങ്ങുന്ന ഈ ഒരു സമരം ഇപ്പോഴും തന്നെ തുടരുകയാണ്. പോലീസ് ഇവരെ നീക്കുവാനായിട്ട് ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് പ്രതിഷേധം കൂടുതൽ ശക്തമാകും എന്ന് തന്നെ വ്യക്തമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് അവർ പിന്മാറുന്നത്. എന്തായാലും സമരമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. വീടുകളിലേക്ക് ഒരു സ്ഥിതി വളരെ രൂക്ഷമാണ് സാറേ. നിങ്ങൾക്ക് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണിത്. ഇത് സർക്കാരിന്റെ കണ്ടുകൊണ്ട് ഇത് ചെയ്യണം. എല്ലാ വർഷവും ഉറപ്പ് നൽകുന്നതല്ലാതെ അതൊന്നും പാലിക്കപ്പെടുന്നില്ല. പാലിക്കപ്പെടുന്നില്ല. വളരെ വളരെ ഭയങ്കര ഇത് തന്നെയാണ്. സ്ഥാനത്ത് നടപ്പാക്കിയത് ഇവിടെയും നടപ്പാക്കണം. അത് തന്നെ ആഗ്രഹം. ഞങ്ങൾ ജനിച്ച മണ്ണിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ തൃശൂർ ചാവക്കാട് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാണ്. ട്രോളിംഗ് നിരോധനത്തിനു പിന്നാലെ കാലാവസ്ഥയും തിരിച്ചടിയാണ്. ചെമ്മീൻ കയറ്റുമതി നിലച്ചതും ഇരുട്ടടിയായെന്ന് തൊഴിലാളികൾ പറയുന്നു. നമ്മൾ ആഴക്കടലിലേക്ക് പണിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരു ഏകദേശം ഒരു 10-12 മൈലേജ് അത്ര ദൂരത്തിൽ മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പണിക്ക് പോകാൻ പറ്റുള്ളൂ. അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് തിരിച്ച് ചിലപ്പോൾ കരക്ക് എത്തുമെന്നുള്ളതും കൂടിയിട്ട് നമുക്കറിയില്ല. പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ പോകാതിരിക്കാനാകാത്ത സ്ഥിതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ. അരി വാങ്ങാൻ മറ്റു വഴിയില്ലാത്തതിനാൽ അറിയാവുന്ന തൊഴിൽ ചെയ്യുകയാണ് ഇവർക്ക് മുന്നിലുള്ള ഏകമാർഗം. അപ്പോൾ ഞങ്ങൾക്കൊന്നും പണിയെടുക്കാൻ പാടില്ല. അപ്പോൾ അത് കാരണം ഈ കാറ്റും കോളും കാരണം പോവുക, എന്തെങ്കിലും അരി വാങ്ങാൻ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ അതും കിട്ടാനുള്ള വഴിയില്ല. ഞങ്ങൾ ഈ ചെറുവഞ്ചിക്കാരാണ്. ഈ കാറ്റും കോളും ഒക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണ്.
പണി എപ്പോഴെങ്കിലും ഒരിക്കൽ ഉണ്ടാകും, ചില സമയങ്ങളിൽ ഉണ്ടാവാറില്ല. എന്നും ഇതിങ്ങനെ കാത്തിരിക്കലേ ഞങ്ങളുടെ തൊഴിൽ. എന്തെന്നാ പറയുക, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ ജീവിതങ്ങൾ ഞങ്ങളുടെ. ഒരാളും ഞങ്ങളെ സഹായിക്കാനോ മറ്റുള്ളതിനൊന്നുമില്ല, ഗവൺമെൻറ്റും ഇല്ല, ഒരാളും ഇല്ല. ഞങ്ങൾ പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണിയാണ്. ജീവിത പ്രശ്നം പരിഹരിക്കാൻ ഒരു കോണിൽ നിന്നും സഹായം ലഭിക്കുന്നില്ലെന്ന് ഇവർ പരാതിപ്പെടുന്നു. ചെറുബോട്ടുകളിൽ മീൻ പിടിക്കാൻ പോകുന്ന ഇവർക്ക് മണ്ണെണ്ണയുടെ വില പോലും താങ്ങാനാകുന്നില്ല. മത്സ്യത്തൊഴിലാളികളെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സർക്കാരൊന്ന് കണ്ടറിഞ്ഞ് തന്നാൽ മതി, അത്രേ പറയാനുള്ളൂ. കാരണം മണ്ണെണ്ണൻ്റെ പൈസയും ഭയങ്കര കൂടുതലാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഇത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇതിലൊന്നും ഇല്ല എന്നുള്ളത്. അതൊക്കെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ജീവിതം വഴിമുട്ടിയ മത്സ്യത്തൊഴിലാളികൾക്ക് ചെമ്മീൻ കയറ്റുമതി നിർത്തിയത് കൂടുതൽ ദുരിതം സമ്മാനിച്ചു. ഈ ചെമ്മീനൊക്കെ കയറ്റുമതി ഇല്ലാത്ത കാരണം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ ആൾക്കാർക്കും. പിന്നെ ഇല്ലാണ്ട് നമുക്ക് കടലിൽ ഉള്ളിലോട്ട് പോകാനും പറ്റാത്തൊരവസ്ഥയാണ്. ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പോയിട്ട് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പാടിലാണ് ഇപ്പോൾ എല്ലാ മത്സ്യത്തൊഴിലാളികളും ജീവിക്കുന്നത്. അവിടെ നല്ല മഴയാണ്, കടല് കാറ്റും മഴയും കടലൊക്കെ കൂടിയിട്ടേ കടൽ ഇവിടുത്തെ പോലല്ല. അവിടെ സാഹചര്യം വളരെ മോശമാണ്. നമ്മൾ ചെറിയ വഞ്ചിയല്ലേ, ദീപം പണയം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോണതും ഇങ്ങോട്ട് വരുന്നത്. കൂലിക്കാശൊന്നും മുട്ടില്ല, ചായ കുടിക്കുന്ന കാശെല്ലാം വളരെ ശോകം എന്ന് പറഞ്ഞാൽ വളരെ ശോകമാണ് ഇപ്പോഴത്തെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ട്രോളിംഗ് നിരോധനം തീരും വരെ എങ്ങനെ പഞ്ഞമില്ലാതെ മുന്നോട്ട് പോകുമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ന്യൂസ് 18 തൃശൂർ. മാന്നാറിലെ കൊലപാതക കേസിലെ പ്രതികളുടെ ചോദ്യം ചെയ്യൽ 3 പോലീസ് സ്റ്റേഷനുകളിലായാണ്. ചെങ്ങന്നൂർ ഡിവിഷന് കീഴിലുള്ള 3 സ്റ്റേഷനുകളിലായാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത്. മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതായി 3 പ്രതികളും സമ്മതിച്ചു. ആദ്യഘട്ടത്തിൽ ജിനു മാത്രമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മൃതദേഹം മറവ് ചെയ്തതിൽ ജിനുവിനും പ്രമോദിനുമാണ് പങ്കെന്ന് 3ാം പ്രതി സോമൻ മൊഴി നൽകി. അതേസമയം ഇന്നും പരാതികളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ തിരച്ചിൽ നടക്കും. തെളിവെടുപ്പ് ഇന്നുണ്ടായേക്കില്ല. കോഴിക്കോട് മുതലക്കുളത്ത് ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. മലപ്പുറം സ്വദേശി കുത്തബുദ്ദീനാണ് 80% പൊള്ളലേറ്റത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം. ഹോട്ടലിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ഫയർഫോഴ്സ് പറഞ്ഞു. കോഴിക്കോട് മുക്കത്ത് KSRTC ബസിന്റെ ടയറിന് തീപിടിച്ചു. മുക്കം പോലീസ് സ്റ്റേഷന് സമീപമാണ് സംഭവം. താമരശ്ശേരിയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്നു ബസ്. പുക ഉയരുന്നത് കണ്ട് ബസ് നിർത്തിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് തീയണച്ചത്. പാറശാലയിൽ ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 13 കിലോ കഞ്ചാവ് പിടികൂടി. കൊച്ചുവേളിയിൽ നിന്നും നാഗർകോവിലിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിൽ നിന്നായിരുന്നു കഞ്ചാവ് പിടിച്ചത്. 16 പാക്കറ്റുകളിലായി 13 കിലോ കഞ്ചാവാണ് കണ്ടെത്തിയത്. ബാത്റൂമിന് സമീപം സൂക്ഷിക്കുകയായിരുന്നു ഇവ. പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. റെയിൽവേ പോലീസിന്റെ പതിവ് പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് പിടികൂടിയത്. തൃശൂരിൽ ആഫ്രിക്കൻ പന്നിപ്പനി ബാധിച്ച പന്നികളെ ഇല്ലാതാക്കാൻ 2 RRT സംഘത്തെ നിയോഗിച്ചു. ഇന്ന് ഒരു സംഘത്തിന്റെ നേതൃത്വത്തിൽ പന്നികളെ കൊല്ലാനുള്ള നടപടികൾ തുടരുകയാണ്. 10 കിലോമീറ്റർ ചുറ്റളവിൽ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയതായി മൃഗസംരക്ഷണ വകുപ്പ് പറഞ്ഞു. തൃശൂരിൽ മദ്യപിച്ച് കാറിൽ വന്ന സംഘം വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായി പരാതി. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ VR പുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. 2 വിദ്യാർത്ഥികളെ വീടിന്റെ ചുമരിൽ ചേർത്ത് നിർത്തി മർദ്ദിച്ചു. വീട്ടുടമ തടയാൻ ശ്രമിച്ചപ്പോൾ അവരെയും ഭീഷണിപ്പെടുത്തി. വീടിന് മുന്നിലെ ചെടിച്ചട്ടികൾ അടിച്ചു തകർത്തു. തടയാൻ ശ്രമിച്ച വഴിയാത്രക്കാരെ അസഭ്യം പറഞ്ഞതായും പരാതിയുണ്ട്. 10-ലധികം വിദ്യാർത്ഥികൾ നടന്നു പോകുമ്പോഴായിരുന്നു ആക്രമണം. പരുക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള പണിക്കർ റോഡിലെ അപകടാവസ്ഥയിലായ ഫ്ളാറ്റുകളിൽ ഒന്നിലെ മേൽക്കൂര ഇടിഞ്ഞു വീണു. മുറിക്കുള്ളിലുണ്ടായിരുന്ന വയോധികയെ പരുക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 40 വർഷത്തിലേറെ പഴക്കമുള്ള ഫ്ളാറ്റിന്റെ ശോച്യാവസ്ഥ നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഫ്ളാറ്റ് പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കുമെന്ന് മേയർ അറിയിച്ചിരുന്നെങ്കിലും നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനിടെയാണ് മേൽക്കൂര ഇടിഞ്ഞു വീണത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം.
കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള പണിക്കർ റോഡ് ഫ്ളാറ്റിന്റെ ദുരവസ്ഥ നേരത്തെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് അടിയന്തരമായി ഇടപെടൽ നടത്തുമെന്ന് കോർപ്പറേഷൻ മേയർ ഉറപ്പ് നൽകുകയും അർഹരായവർക്ക് പുതിയ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുമെന്നും പറയുകയും ചെയ്തിരുന്നു. എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു നീക്കുമെന്നാണ് അറിയിക്കുകയും ചെയ്തത്. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷവും ഈ കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു അപകടം നടന്നിരിക്കുന്നത്. ഈ ഫ്ളാറ്റിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ താമസിക്കുന്ന ആദ്യത്തെ മുറിയിലെ ഐഷ എന്ന ഉമ്മ താമസിക്കുന്ന ഫ്ളാറ്റിലെ കട്ടിലാണ് നമ്മളിപ്പോൾ കിടക്കയാണ് കണ്ടിരിക്കുന്നത്. ഈ കിടക്കയിലാണ് വലിയ കോൺക്രീറ്റ് പാളികൾ നിലത്തേക്ക് പതിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ കൂറ്റൻ കല്ലുകളാണ് ഈ മുകളിലെ ഭാഗത്തു നിന്നും താഴേക്ക് അടർന്നു വീണിരിക്കുന്നത്. ഈ ഒരു പാളി ശരീരത്ത് വീണാൽ ഒരുപക്ഷെ ജീവൻ വരെ അപകടത്തിലാകാവുന്ന തരത്തിലുള്ള പാളികളാണ്. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ ഉമ്മ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് മാത്രമാണ് ഇത്ര വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് അവർ രക്ഷപ്പെട്ടിരിക്കുന്നത്. നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് നോക്കിയാൽ തന്നെ കാണാം, ആ ദൃശ്യങ്ങളിൽ കാണാം അവിടെ പൂർണ്ണമായും ഇളകി നിൽക്കുന്ന അവസ്ഥ. ഒരുപക്ഷെ ഇവിടെ നിന്ന് റിപ്പോർട്ടിംഗ് പോലും അപകടകരമായ ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ. ഈ ഫ്ളാറ്റിന്റെ മേൽക്കൂരയുടെ മറ്റു ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. നമുക്ക് എന്തായാലും ആ ഉമ്മയെ തന്നെ അകത്തേക്ക് വിളിക്കാം. ഉമ്മ തന്നെ കാര്യങ്ങൾ പറയും. ഈ മറ്റു ഭാഗങ്ങളിലേക്കും ഇടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഉമ്മ എന്താണ് സംഭവിച്ചത്? എന്താണ് ഉമ്മ സംഭവിച്ചത്? ഞാൻ ഇവിടെ ഇങ്ങനെ കുത്തിരിക്കുന്ന സമയത്ത് മോനെ ഇങ്ങനെ കുത്തിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ പെട്ടെന്ന് എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോഴാണ് ഇതൊന്നായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത്. അല്ലാന്നുണ്ട് എന്റെ തല പൊട്ടി ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തേണ്ടതാണ് ഇപ്പോൾ. അപ്പൊ ഞാൻ എന്തോ എടുക്കാൻ വേണ്ടി അവിടെ ചെന്നതാണ്. ചെന്നപ്പോഴത്തേക്ക് ഒന്നായിട്ട് ഇങ്ങോട്ട് കിടന്നറി വീണപ്പോ അവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ പാഞ്ഞു വന്ന് എന്താ പറ്റിയെന്ന്. അപ്പൊ ഇങ്ങനെ കിടക്കും ഇങ്ങനെ എനിക്ക് ബേജാറാണ്. എനിക്കെല്ലാം കൂടെ ഇനി പൊളിയാൻ കിടക്കാണ് ബാവേ. ഇതെന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ കാണാഞ്ഞാൽ ശരിയാവില്ല. നമ്മളില്ലെങ്കിൽ കോർപ്പറേഷനിൽ വന്നിട്ട് ഒരു അടിയും തല്ലിനുള്ള വയ്യൊക്കെ വെക്കും. നമ്മൾ കോർപ്പറേഷനിലേക്ക് ഇറങ്ങാനുള്ള വയ്യ തന്നെയാണ് വെക്കുന്നത്. ഇത് എന്തെങ്കിലും ഒരു ആപത്തൊരു അപകടം പറ്റുന്ന മട്ടുണ്ട്. എന്റെ അത്ര എനിക്ക് പറയാൻ കഴിയും. ഈ മേയർ പറഞ്ഞത് ഇത് പൊളിച്ചു മാറ്റി പുതിയ ഫ്ളാറ്റ് പണിയും. മേയർ പറഞ്ഞത് ഫ്ളാറ്റ് പൊളിച്ച് പുതിയത് പണിയും എന്നൊക്കെയാണ്. മേയർ പറഞ്ഞ എന്താന്നറിയോ, നിങ്ങൾക്ക് വേഷം സാമദാസങ്ങൾ തരി, നിങ്ങൾ വേഷം സാമദാസം തരിന്ന് പറഞ്ഞിട്ട് 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞു. ഈ സാമദാസം 3 കൊല്ലം 4 കൊല്ലമൊക്കെ കഴിഞ്ഞു പോയി. ഇതുവരെ ഒരു നടപടി എടുത്തില്ല. ഒരാളും ഇവിടെ വന്നു നോക്കിയില്ല. കോർപ്പറേഷൻ ഒരാളും വന്നു നോക്കിയില്ല. ഇതെന്താണ് വലിക്ക് എന്താ പറ്റുന്നത് എന്താ സംഭവിക്കുന്നത് എന്നുള്ള കോർപ്പറേഷനിൽ നിന്ന് ഒരാൾക്ക് എത്തി പാർട്ടി വരെ നോക്കണില്ല. ഒരു പാർട്ടിക്കാരും ഇവിടെ വരുന്നില്ല നോക്കാനൊക്കെ. അപ്പൊ 40 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഈ ഫ്ളാറ്റ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി നിർമ്മിച്ചതാണ്. പക്ഷേ യാതൊരു തരത്തിലുമുള്ള അറ്റകുറ്റപ്പണികൾ ഈ ഫ്ളാറ്റിൽ നടത്താതെയായിട്ട് വർഷങ്ങളാവുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഭാഗങ്ങളായി ഇടിഞ്ഞു വീഴുന്ന അവസ്ഥ. മഴ പെയ്യുമ്പോൾ മുകളിലത്തെ നിലയിൽ നിന്നും പൂർണ്ണമായും വെള്ളം താഴേക്ക് പതിക്കുന്ന ഒരവസ്ഥ നേരത്തെ നമ്മൾ കണ്ടതിനേക്കാൾ മോശമാണ്. ഇപ്പോൾ ഉമ്മ തലനാരിഴക്കാരുടെ അപ്പുറമാണ് അങ്ങനെ വെള്ളം ചോർന്ന് കുത്തിവരിച്ച് ജീവിക്കാണ്. ഒരുപാട് വേദനയിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. നമുക്ക് ഒരു നിവർത്തിയില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ കാണിച്ചു തരും. ഏത് നിമിഷം ചെറിയ പൊടി മക്കളാണ്. ആ മക്കൾക്കൊക്കെ എന്തും അവരെന്നെ ഒരു നൂലിലാണ് ഇപ്പൊ ഒരു രക്ഷപ്പെട്ടത്. ഇപ്പൊ ഓളം തലയെ വീട്ട് ഓൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പൊ കൊണ്ടുപോകേണ്ടി വരും. ഇപ്പൊ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഉമ്മ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാൾ അപകടമാണ് അപകടം പറയുകയാണെങ്കിൽ നമ്മളെ ഫ്ളാറ്റിൽ വാതിലിനകത്തുള്ള ഒരു കഷ്ണം വന്ന് വീണിക്കണം തന്നെയാണ്. പക്ഷെ രാത്രി 12 മണിയുടെ സമയത്ത് അങ്ങനെ നിൽക്കാൻ പോലും പറ്റില്ല. പൊളിഞ്ഞു വീഴുക. അടുക്കളയിലേക്കൊന്നും കയറാനും പിടിക്കാനും പോലെ കഴിയുന്നില്ല. ഇന്ന് വരെ ഒരാൾ വന്നു പോലും നോക്കുന്നില്ല. എന്തായാലും ഈ ആളുകൾ ഹതാശരാണ്. കാരണം പതിവായി പരാതി പറഞ്ഞിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാവുന്നില്ല. ഇത്തവണ പക്ഷേ മേയർ പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു പോംവഴി ഉണ്ടാവും, പരിഹാരം ഉണ്ടാവും എന്നാണ്. പക്ഷേ അക്കാര്യങ്ങളിൽ യാതൊരു കാര്യവും ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് ഈ ഫ്ളാറ്റിലുള്ളവർ പറയുന്നത്. എന്തായാലും തലനാരിഴയ്ക്കാണ് ഒരു വലിയ അപകടം ഇത്തവണ ഒഴിവായിരിക്കുന്നത്. കേടായ ഭക്ഷണം വിളമ്പിയ ഹോട്ടലിനെതിരെ നിയമ പോരാട്ടത്തിലൂടെ വിജയം നേടി മാധ്യമപ്രവർത്തകൻ. വളാഞ്ചേരി സ്വദേശി ജിഷാദാണ് ഉപഭോക്തൃ കമ്മീഷനിലൂടെ പോരാടിയത്. അഴുകിയ മാംസം വിളമ്പിയ റെസ്റ്റോറന്റിന് 50,000 രൂപ പിഴ ചുമത്തി. അഴുകിയ ഭക്ഷണം വിതരണം ചെയ്യാനിടയായ സാഹചര്യം ഗുരുതരമാണെന്നും ഇക്കാര്യത്തിൽ ഉചിതമായ മറ്റ് നടപടികൾ ആവശ്യമാണെന്നും 50,000 രൂപ പിഴയും 5,000 രൂപ കോടതി ചെലവും പരാതിക്കാരന് നൽകുന്നതിന് വിധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കമ്മീഷൻ പറഞ്ഞു. 1 മാസത്തിനകം പിഴ അടയ്ക്കാതിരുന്നാൽ പരാതി തീയതി മുതൽ 12% പലിശയും നൽകണമെന്ന് കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ, CV മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷൻ ഉത്തരവിട്ടു. ഈ വർഷത്തെ മാധ്യമ മികവിനുള്ള ഇന്ത്യവുഡ് പുരസ്കാരം ന്യൂസ് 18 കേരളം ന്യൂസ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രന്, റിപ്പോർട്ടർ, അവതാരകൻ എന്നീ നിലകളിലെ സമഗ്ര മികവിനാണ് പുരസ്കാരം. ജൂലൈ 9 കൊച്ചി അവന്യൂ റീജന്റിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും.
ഇനി സ്വർണം വെള്ളി നിരക്ക് നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6675 രൂപ, പവന് 53,400 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5565 രൂപ, പവന് 44,520 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, കിലോ 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. ബ്രിട്ടനെ സംബന്ധിച്ച്